കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സും എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിൽ ഒരു വെള്ളിടി മുഴങ്ങി. കോട്ടിയ പാവില മുന്നിൽ വെച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു, ഉച്ചത്തൊടു കറി കൂട്ടി വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛൻ അടുത്തിരിക്കെ ഈ കഞ്ഞി ഉൽക്കത്തെയാം എന്നോർക്കുവാൻ ആസ്വദിക്കായതില്ല. ഓർക്കാപ്പുറത്താണ് ശനിവാദം, ആർക്കറിയാമാതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ ഈറനാം കണ്ണു തുടച്ചുകൊണ്ട് വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കൈപ്പും മധുരമാക്കി കൂടെ പൊറുത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗതമോട് പൊരുതിയിടുമ്പോൾ അക്ഷരമോരോന്നുമൂന്നിയൂന്നി അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാണി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിൻ, ഒന്നെനിക്കുണ്ടൊറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറയ്ക്കൊല്ലയൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കൊല്ലേ എന്റെ കയ്യും. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചുപോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നൊരാ കോട്ടരൻ മുന്നിൽ ഇന്നു കണ്ടേനെ ഞാൻ. പെണ്ണിൻ അപൂർണ സുന്ദരമായ ശിലാശില്പം എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്ദ്രപോലും നരാവലം കയ്യും ഞെട്ടിൽ നിന്ന് പാൽത്തുള്ളികളോടും മട്ടിയുള്ളമാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു.